ഇതാണ് ചീരച്ചേമ്പ്. ചീരച്ചേമ്പിനെ കുറിച്ച് പലർക്കും അറിയില്ല. ചീരച്ചേമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചീരച്ചേമ്പിന്റെ ഇലയും തണ്ടും നമ്മൾ കറി വെക്കാനോ ഉപ്പേരി വെക്കാനോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവില്ല. ചൊറിച്ചിലില്ലാത്ത തരം ഒരു ചേമ്പാണ് ചീരച്ചേമ്പ്. ചീരച്ചേമ്പിനെ കുറിച്ച് പലർക്കും അറിയില്ല. അപ്പോൾ ചീരച്ചേമ്പിനെയാണ് ഞാൻ ഇപ്രാവശ്യം പരിചയപ്പെടുത്തുന്നത്. ചീരച്ചേമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൊറിച്ചില്ലാത്ത പോലെ തന്നെ ഇതിന് കിഴങ്ങുകളില്ല. പകരം ഇതിന് സൈഡിലൂടെ കണ്ടില്ലേ, ഇതുപോലെ തൈകൾ പൊട്ടി മുളച്ചുണ്ടാവുകയും ഇതാണ് നമ്മൾ പറിച്ചു നട്ടിട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. ചീരച്ചേമ്പിന്റെ പ്രത്യേകതയാണ് കിഴങ്ങുകൾ ഉണ്ടാവില്ല. കൂടാതെ ഇതിന്റെ ഇലയ്ക്കും തണ്ടിനും ചൊറിച്ചിലുണ്ടാവില്ല. ആ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇളം ഇലയും തണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കാം. പരിപ്പിട്ട് കറി വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഈ ചീരച്ചേമ്പ് ഉപയോഗിച്ചിട്ട്. നമ്മൾ സാധാരണ ചേമ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഇതുകൊണ്ട് ചെയ്യാം. പക്ഷേ സാധാരണ ചേമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ നമ്മൾ പുളിയൊക്കെ ഇട്ട് വെച്ചിട്ട് ചൊറിച്ചിലൊക്കെ മാക്സിമം കുറയ്ക്കാൻ നോക്കും. അപ്പോൾ ഇതിന് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇതിനെ ചീരച്ചേമ്പ് എന്ന് പറയുന്നത്. നമ്മൾ ചീര ഉപ്പേരി വയ്ക്കുന്ന ചീര മെഴുക്കുവരട്ടി വെക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം ഈ ചേമ്പ് ഉപയോഗിച്ചിട്ട്. നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഒരു ചീരച്ചേമ്പ് നട്ട് വളർത്തിയുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പുറമേ നിന്ന് വിഷം അടിച്ച ചീരയും മറ്റു ഇലക്കറികളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് വിഷമില്ലാത്ത ഇലക്കറി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പാകം ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് ഒരു ഗുണം. ചീരച്ചേമ്പ് നട്ടുണ്ടെങ്കിൽ അടുക്കളത്തോട്ടത്തിന് ഒരു ഐശ്വര്യം മാത്രമല്ല, ഒരു ആഹാരം നമുക്ക് പതിവായിട്ട് നമുക്കൊരു ആഹാരം കിട്ടാനുള്ള സ്രോതസ് കൂടിയാണ് നമുക്ക് ചീരച്ചേമ്പ് നമ്മൾ നട്ടു വളർത്തിയുള്ള ഒരു ഗുണം. ചേമ്പും താളും ചേമ്പിന്റെ ഇലയൊക്കെ പേര് വെക്കുക അല്ലെങ്കിൽ തോരൻ വെക്കുക, അതെനിക്കൊരു വലിയൊരു ഇഷ്ടമുള്ള കാര്യമില്ല. എനിക്ക് അതിന്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പലരും പറയും. പക്ഷേ നിങ്ങൾ ചീരച്ചേമ്പിന്റെ ഇലയും തണ്ട് നിങ്ങളൊന്ന് തോരൻ വെച്ച് കഴിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഈ അഭിപ്രായത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കുക. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്കൊരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ചീരച്ചേമ്പിൻ്റെത്. അപ്പം ഇതിന്റെ ഇല നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഏകദേശം ഇതുപോലെ പൗഡറി ടൈപ്പ് ഒരു ഷെയ്ഡുള്ളൊരു ഇലയാണ്. ഒരു നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ ചേമ്പിൻ്റെ ഒക്കെ ഒരു ഇല പോലെയൊക്കെ പെട്ടെന്ന് തോന്നുമെങ്കിലും അതൊന്നും ഒരുപാട് വ്യത്യാസമുള്ളൊരു ഇലയാണ്. കാരണം അതിനുശേഷം നമ്മൾ പരിശോധിക്കുകയാണ് അതിൻ്റെ തണ്ടിൽ തരം പൗഡർ പോലെ സംഭവം കാണാൻ പറ്റും. പിന്നെ ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നതിന് ചുവട്ടിൽ ഇതുപോലെ ഇഷ്ടം പോലെ തൈകൾ പൊട്ടി മുളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് വേരോടെ എടുത്തിട്ട് നമുക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ പുതിയതുപോലെ ചെടിയിട്ട് മാറും. ഇതിപ്പോൾ ഞാൻ വേറൊരു ചെടിയുടെ ചോട്ടിൽ നിന്ന് വന്ന തൈ പറിച്ച് മാറ്റി കുഴിച്ചിട്ടാണ്. അതിന്നിപ്പം വേറെ തൈകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇതിൽ കിഴങ്ങുണ്ടാവാത്തത് കാരണമാണ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി മുളച്ചുണ്ടാവണം. കിഴങ്ങുണ്ട്, നമുക്ക് കിഴങ്ങ് നട്ടാൽ മതി. പക്ഷെ കിഴങ്ങ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴങ്ങ് ഈ ചെടിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ചീരച്ചേമ്പ് എന്നുള്ള പദപ്രയോഗം തന്നെ അസാധുവായി. അപ്പം പ്രകൃതിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ പരിണമിച്ചുണ്ടായ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു വകഭേദം ഉണ്ടായതായിരിക്കാമെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഉത്ഭവിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായ ഒരു ഉത്തരമില്ല, ആർക്കും അറിയില്ല. ചിലപ്പോൾ ഇത് വിദേശിയാകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഏതെങ്കിലും വിലക്കറി ഇനം തന്നെ ആയിരിക്കാം ഇതും, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ സാധനം തന്നെ പല പേരിലും ഇപ്പം നഴ്സറികളിൽ വരുന്നുണ്ട്. അമേരിക്കൻ ചേമ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്ത് ഇപ്പോൾ കണ്ടു. അങ്ങനെ പല പേരിലും ചിലപ്പോൾ ഒരു പക്ഷേ നഴ്സറികൾ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് കിട്ടുമെന്ന് നോക്കുക. നഴ്സറികളിൽ അപൂർവമായിട്ടെങ്കിലും ചില നഴ്സറികളിൽ ഇത് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചീരച്ചേമ്പ് ആർക്കും ഇല്ലാത്തവർക്ക് ചിലപ്പം അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങൾ ചീരച്ചേമ്പ് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ടൊന്ന് നട്ട് നോക്കുക. നട്ടിട്ട് നിങ്ങളതിൻ്റെ തണ്ട് ഇലയ്ക്ക് ഒന്ന് തോരൻ വെച്ചിട്ട് കഴിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാതെ ഇവിടെ പോകാനാണ്. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, ചൊറിച്ചിലില്ല. പിന്നെ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ പുളിയൊന്നും കലക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പുളി ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ചൊറിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പുളിയൊക്കെ ഇടാറുണ്ട്. ഇതിന് നമ്മളങ്ങനെ പുളി ഒഴിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മൂപ്പത്തിയ തണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ ഈ തണ്ട് മുറിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ആ നാരങ്ങ കളയണം. നാര് കളഞ്ഞിട്ട് വേണം നമ്മൾ എല്ലാ ചേമ്പിലും നമ്മൾ ചെയ്യുന്ന സംഭവം തന്നെയാണ്. നാര് കളഞ്ഞിട്ടാണ് നമ്മൾ അത് പാചകം ചെയ്യാറ്. അതുപോലെ തന്നെ ഇതിന് നാര് കളയണം. പിന്നെ ഇളം ഇലയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇളം ഇലയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അല്പം മൂത്ത് കഴിഞ്ഞിട്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. മൂത്ത ഇല സാധാരണ എടുക്കാറില്ല, ചൊറിച്ചിലൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഒരു മുറ്റുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മൂത്ത ഇലകൾ ഒഴിവാക്കാം. പകരം ഇളം ഇലകൾ തിരഞ്ഞെടുക്കാം. എന്നിട്ട് ഇളം തണ്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങളൊന്ന് കറി ഉണ്ടാക്കും നോക്കും. ഞാനത് വീട്ടിലുണ്ടാക്കിയ സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് സാധാരണ ചേമ്പെന്നൊരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ചേമ്പ് തന്നെയാണ്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ഇലക്കറി തന്നെയാണ് ചീരച്ചേമ്പ്.
നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഏത് കാലാവസ്ഥയിലും ഏത് വരണ്ട കാലാവസ്ഥയിലും ഇതിന് വളരാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് വലിയ പരിചരണം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ ചീരച്ചേമ്പ് നന്നായിട്ട് വളരും. കാരണം ഇത് ഡ്രോട്ട് ടോളറൻ്റ് ആണ്. എത്ര വരണ്ട കാലാവസ്ഥയാണെങ്കിലും ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതി, ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ, ആഴ്ചയിൽ ഒരിക്കലും നനച്ചാലും മതി, പ്രശ്നമില്ല. അതിങ്ങനെ വളർന്നു പോയിക്കോളും. കാരണം വൈൽഡായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ചീരച്ചേമ്പ്. അപ്പോൾ അതിന് പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉഷാറായിട്ട് വളരും, നന്നായിട്ട് പൊങ്ങി വരും. വളം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കാണിക്കും തീർച്ചയായിട്ടും. അത് ഏത് ചെടിയാണെങ്കിലും കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചീരച്ചേമ്പും കാണിക്കും. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നന്നായിട്ട് പോട്ടി മിക്സ് അതൊക്കെ മിക്സ് ചെയ്തിട്ട് അതിലാണ് നമ്മളിത് നടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവും. ഒരുപാട് ഇല നമുക്ക് എല്ലാ ദിവസവും പറിക്കാനുണ്ട് കിട്ടും. നിലത്ത് നട്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിലത്ത് നട്ട് കഴിഞ്ഞാലും നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 മാസം കൊണ്ട് വളരെയധികം ഹൈറ്റിലേക്ക് പൊങ്ങി വരും. ഒരുപാട് ചുവട്ടിൽ ഒരുപാട് തൈകളും കിട്ടും. ആ തൈകൾ നമ്മൾ വീണ്ടും വീണ്ടും മാറ്റി വെച്ച് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ഇലകളും തണ്ടുകളും നമുക്ക് പറിച്ചെടുക്കാൻ കിട്ടും. നമുക്ക് വീട്ടിൽ എല്ലാ ദിവസവും നമുക്ക് ഇതിൻ്റെ ഉപ്പേരിയും ഇലക്കറിയൊക്കെ നമുക്ക് പാചകം ചെയ്യാൻ കിട്ടുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ചീരച്ചേമ്പിനെ പലരും പറയുന്നത് കറി ഇലകളുടെ അക്ഷയപാത്രം എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് വർഷം തോറും നമുക്ക് ഇതിന്ന് ഇല കട്ട് ചെയ്യാനുണ്ടാവും, അതുപോലെ തണ്ട് കട്ട് ചെയ്യാൻ കിട്ടും. നമ്മളൊരു ചീര നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരയുടെ മാക്സിമം കാലാവധി ഒരു 90 ദിവസം അല്ലെങ്കിൽ ഒരു 120 ദിവസമൊക്കെയാണ്. അതിലുള്ള ചീരയുടെ ഏകദേശം കഥ കഴിയും. നമ്മൾ 2-3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചീരയുടെ കഥ ഏകദേശം തീരുമാനമായി. അപ്പോൾ ചീര അതോടുകൂടി തീർന്ന്. പക്ഷേ നമുക്ക് ഈ ചീരച്ചേമ്പിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ മറ്റ് ചേമ്പുകൾ പോലെ തന്നെ ഇതിങ്ങനെ അവിടെ നിൽക്കും. നമുക്ക് ഇഷ്ടം പോലെ ഇലയും തണ്ടെല്ലാം ഇഷ്ടം പോലെ കട്ട് ചെയ്യാനും കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഇലകൾക്കൊരു ക്ഷാമം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഈ അക്ഷയപാത്രത്തിൽ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും എടുക്കും തോറും വീണ്ടും വീണ്ടും വരുന്ന പോലെ തന്നെ നമുക്ക് ചീര ഇഷ്ടം പോലെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചീരച്ചേമ്പിന് നമ്മുടെ കറി ഇലകളുടെ അക്ഷയപാത്രം എന്ന് പറയുന്നത്. ഗ്രോ ബാഗിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഇലക്കറിയാണ് ചീരച്ചേമ്പ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗ്രോ ബാഗ് പാടുന്നത്. ഇതൊരു ചെറിയൊരു പോളിത്തീൻ കവറാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇത് സിമ്പിളായിട്ട് ഇത്രയും രീതിയിൽ വളർന്നിട്ടുണ്ട്. ഗ്രോ ബാഗ് നട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. നമുക്ക് പിന്നെ ഇതിന്ന് പെട്ടെന്ന് തൈകൾ പെട്ടെന്ന് സൈഡിലേക്ക് ഉണ്ടല്ലേ, ഇതുപോലെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് കിഴങ്ങുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി മുളച്ചുണ്ടാവുന്ന തൈകളാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുക. നമുക്ക് ഒരു ചീരച്ചേമ്പ് വീട്ടുണ്ടെങ്കിൽ തന്നെ ഇഷ്ടംപോലെ തൈകൾ ഇതിൽ നിന്നുണ്ടാവും. നമ്മൾ ഇത് ചീരച്ചേമ്പിന്റെ തൈകൾ ഇഷ്ടംപോലെ വരുമ്പോൾ നമ്മൾ അയൽവാസികൾക്കൊക്കെ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പം ഇതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇതിൽ ധാരാളം നമുക്ക് ശരീരത്തിന് ആവശ്യമായ ധാരാളം മൂലകങ്ങളും അതുപോലെ വിറ്റാമിൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ എ, B6, C, ഫോസ്ഫറസ്, തയാമിൻ, അയൺ, മാംഗനീസ്, അങ്ങനെ കുറേ മൂലകങ്ങളും ഈ വിറ്റാമിൻസ് ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളും വിറ്റാമിൻസ് ഒക്കെ കിട്ടാനും ഇതിന്റെ ഇലക്കറികൾ ഉപയോഗിക്കുന്നതോടെ നമുക്ക് സാധിക്കും. കിഴങ്ങില്ലാത്ത ചേമ്പ് എന്ന് പറയുമ്പോൾ പലരും പറയും ചിലപ്പോൾ ഇത് കാട്ടുചേമ്പായിരിക്കുമെന്ന്. കാരണം പല കാട്ടുചേമ്പിനും കിഴങ്ങളില്ല. അത് ഇങ്ങനെ ഒരു തണ്ട് പോലൊരു ഭാഗം അടിയിൽ നിന്ന് പോയിട്ട് അതിൽ നിന്ന് വീണ്ടും പൊട്ടി മുളച്ച് ഉണ്ടാകുന്ന പല വെറൈറ്റി കാട്ടുചേമ്പുകളുണ്ട്. അപ്പോൾ ആളുകൾ പെട്ടെന്ന് നമ്മൾ കിഴങ്ങില്ലാത്ത ചേമ്പ് എന്ന് പറയുമ്പം ചില ആളുകൾ തെറ്റിദ്ധരിക്കും അത് കാട്ടുചേമ്പാണോ. അത് കാട്ടുചേമ്പല്ല. കാരണം കാട്ടുചേമ്പ് ഭയങ്കര അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാക്കും. നമുക്ക് വയലൊക്കെ എങ്ങനെയെങ്കിലും അബദ്ധത്തിലൊക്കെ നമ്മൾ എടുത്ത് കറി വെക്കുകയോ അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കും. പക്ഷേ ചീരച്ചേമ്പിന് അങ്ങനെ യാതൊരു പ്രശ്നമില്ല. ഇതിന്റെ പ്രത്യേകത അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. കാരണം ഇതിന് തീരെ ചൊറിച്ചിലുണ്ടാക്കില്ല. അക്കാരണം കൊണ്ട് തന്നെ ഈ ചീരച്ചേമ്പ് വളരെയധികം ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചീരവർഗം കൂടിയാണ്. നമുക്ക് ശരിക്കും ചേമ്പ് എന്ന് നമുക്കിതിന് ഷേപ്പ് കൊണ്ട് പറയാൻ പറ്റുമെങ്കിലും നമുക്കിതിനെ ചീര എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രയ്ക്കൊരു വിശിഷ്ടമായിട്ടുള്ളൊരു ചേമ്പ് വർഗം തന്നെയാണ് ഈ ചീരച്ചേമ്പ്. നമ്മൾ കൊടുക്കുന്ന അറിവ് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കഴിഞ്ഞ പല വീഡിയോയിലും ഒരുപാട് പേര് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അറിവുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. ഇതുവരെ ഞാൻ എല്ലാവർക്കും കമൻറ്റിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഞാൻ മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെൻഷൻ ചെയ്യുക. കാരണം അങ്ങനെ ആരും മറുപടി കിട്ടാത്തതായിട്ട് ആരും ഉണ്ടാവില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം
ഒട്ടുമിക്ക എല്ലാവർക്കും ഞാൻ മറുപടി നൽകാറുണ്ട് ചാനലിൽ. അപ്പം ഇനി വേറെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ടോ ഫ്ലവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എനിക്കറിയുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരാം. പിന്നെ ചീരച്ചേമ്പിനെ കുറിച്ച് കൂടുതലായിട്ട് ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ ബായ്.